നമസ്കാരം. വാളയാർ വിഷയത്തിൽ ഞാൻ തുടർച്ചയായിട്ട് വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ വളരെ ബഹുമാനപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളെങ്കിലും ഞാൻ രാഷ്ട്രീയം സംസാരിക്കുന്നു അല്ലെങ്കിൽ എന്റെ വീഡിയോകൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നെ അറിയാവുന്ന അല്ലെ എന്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയാം, എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ നിലപാടുകളുണ്ട്. ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ഒരേ ഒരു രാഷ്ട്രീയമാണ്, ഒരച്ഛന്റെ രാഷ്ട്രീയം. 3.5 വയസ്സുള്ള ഒരു മകനുള്ള ഒരച്ഛന്റെ വേവലാതികളും ആകുലതകളും ഉത്കണ്ഠകളും മാത്രമാണ് ഞാൻ പങ്കുവെക്കുന്നത്. ഇതിനപ്പുറത്തോട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ അല്ലെങ്കിൽ മറ്റൊരു സംവിധാനത്തെ താറടിക്കാനോ അല്ലെങ്കിൽ അവരെ വില കുറച്ച് കാണാനുള്ള ശ്രമങ്ങളല്ല. ഒരച്ഛൻ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എന്റെ മകനെ കുറിച്ചോ അല്ലെ എന്റെ മകനൊപ്പം പ്രായമുള്ള കുട്ടികളെ കുറിച്ചുള്ള ഒരു സാധാരണക്കാരന്റെ ആകുലതകൾ മാത്രമാണ് ഞാൻ പങ്കുവെക്കുന്നത്. പിന്നെ ഏതൊക്കെ കാലത്ത് നീതി നിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അന്നെല്ലാം പ്രതിഷേധ സ്വരങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. മാറുമറയ്ക്കാൻ അവകാശം നേടിയെടുത്തതും സതി എന്ന ദുരാചാരം മാറ്റിയെടുത്തതും ഒക്കെ അതിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. എന്ന് പറയും പോലെ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ഈ അക്രമങ്ങളും അതിന്റെ പേരിൽ ഉണ്ടാകുന്ന നീതി നിഷേധങ്ങൾക്കെതിരായിട്ട് സ്വരങ്ങൾ ഉയർന്നു വരും. അത് എന്റേതെന്നല്ല, നമ്മുടെ നാടിന്റെ നാനാഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട് താനും. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ പൗരന്മാർ, നമ്മളെ ജനങ്ങൾ, നമ്മളുടെ ആവശ്യങ്ങളും ആകുലതകളും ഗവൺമെന്റുമായിട്ട് അല്ലെ സർക്കാരുമായിട്ട് നമുക്ക് സർക്കാരിലേക്ക് അവതരിപ്പിക്കാനോ സർക്കാരോട് ആശയവിനിമയം നടത്താനുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും നമ്മളുടെ ആശങ്കകളും നമുക്ക് പങ്കുവെക്കാൻ പറ്റും. അത് ജനാധിപത്യ പ്രക്രിയയിലുള്ള ഒരു ഘടകം മാത്രമാണ്. അതിനപ്പുറത്തോട്ട് രാഷ്ട്രീയം എന്നൊരു മാനമില്ല. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ള കാര്യം വേറൊന്നാണ്. നമ്മൾ തൊടുപുഴയിലെ നിഹാഷ് എന്ന കുട്ടിയുടെ മരണത്തെക്കുറിച്ച് നമ്മൾ വായിച്ചറിഞ്ഞു. നമുക്ക് മനസ്സിലായ വലിയൊരു കാര്യമുണ്ട്. ആ കുട്ടിയുടെ രണ്ടാനച്ഛന്റെ പീഡനം മൂലമാണ് ആ കുട്ടി മരണമടഞ്ഞത്. വാളയാറിലെ കാര്യത്തിലേക്ക് വരുമ്പോഴും കുടുംബത്തിനുള്ളിലെ അരക്ഷിതാവസ്ഥ വളരെ വ്യക്തവും ശക്തവുമാണ്. നിഹാഷ് മരണപ്പെട്ടപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറിപ്പിട്ടിട്ടുണ്ടായിരുന്നു. നമ്മളുടെ നാട്ടിൽ രണ്ടാനച്ഛന്റെയോ രണ്ടാനമ്മയുടെയോ കൂടെ ജീവിക്കുന്ന കുട്ടികളുടെ ഒരു ഡാറ്റാ ബേസ് ഉണ്ടാവണം. ആ കുട്ടികൾ അരക്ഷിതാവസ്ഥയിലാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് സുരക്ഷിതമായ ഒരു ജീവിതം നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കണം. നമ്മളുടെ വീട്ടിൽ തന്നെയാണെങ്കിലും ഹെൽത്തിൽ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. ചിരട്ട കമത്തി വെക്കണം, കൊതുക് വളർന്നു വരും, ബക്കറ്റിലെ വെള്ളം മറിച്ച് കളയണം, അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാരുണ്ടോ, ഗർഭിണികളായ സ്ത്രീകളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ വരും. ഇതേമാതിരി തന്നെ നമ്മുടെ നാട്ടിലെ കുട്ടികളെ കുറിച്ച് ഡാറ്റാബേസ് ഉണ്ടാവണ്ടേ. കുട്ടികൾ സ്കൂളിൽ പോകാൻ പ്രായമായിട്ടുള്ള കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടോ, പോകുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് പോകുന്നില്ല, ഈ രണ്ടാനച്ഛന്റെ രണ്ടാനമ്മയുടെ കൂടെ വളരുന്ന കുട്ടികളുടെ എന്താണ് അവരുടെ അവസ്ഥ, അവർ സേഫ് ആണോ, ഈ കുട്ടികൾ പോകുന്ന പൊതു ഇടങ്ങളുണ്ടോ, വിദ്യാലയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇടപെടുന്ന പൊതു സമൂഹമുണ്ട്. ഈ സമൂഹത്തിലേക്ക് ഈ കുട്ടികളുടെ ശാരീരികവും ആരോഗ്യപരവുമായിട്ടുള്ള ആരോഗ്യം അല്ല അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ഏതെങ്കിലും രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, ഹരാസ് ചെയ്യപ്പെടുന്നുണ്ടോ, ഉപദ്രവിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെ അറിയാനുള്ള സംവിധാനങ്ങൾ, നൂതനമായ സംവിധാനങ്ങൾ കൃത്യമായിട്ട് അതിന് അറിവുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ അതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാവണം. ഈ വളർന്നു വരുന്ന തലമുറയാണ് നമ്മുടെ ഭാവിയുടെ വാഗ്ദാനം അല്ലെ ഭരണചക്രം തിരിക്കേണ്ടവരെന്നൊക്കെ നമ്മൾ ആവർത്തിച്ച് പറയാറുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെയോ കുരുന്നുകൾ വാടിക്കൊഴിയുകയാണ്. എന്നിട്ട് കുട്ടികളുടെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടൊരു മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാവണം തന്നെയാണ്, അതിനുള്ള നിയമനിർമ്മാണം ഉണ്ടാവണം തന്നെയാണ് ഞാൻ ഉന്നയിക്കുന്ന ഒരു ആവശ്യം. കൃത്യമായിട്ട് ഇപ്പം ഇത് മാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ പൊതുസമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കുറ്റകൃത്യം ഉണ്ടായി, അതിന്റെ എല്ലാ പഴികളും ഗവൺമെന്റ് നേരെയും അല്ലെങ്കിൽ നിയമവ്യവസ്ഥയുടെ നേരെ ചാരാതെ നമുക്കൊന്ന് കണ്ണുറന്ന് നോക്കാം. നമ്മുടെ കൺമുന്നിൽ ഒരു കുട്ടി വാടി നിന്നു കഴിഞ്ഞാൽ, ഒരുത്തൻ കണ്ണീരണിഞ്ഞ് നിന്നു കഴിഞ്ഞാൽ, ഒരു പിഞ്ചുകുട്ടി തകർന്നു നിന്നു കഴിഞ്ഞാൽ അവന്റെ നേരെ മുഖം തിരിക്കാതെ അവനെ ഒന്ന് അടുത്ത് വിളിച്ചിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം, എന്താണ്, എന്ത് പറ്റി നിനക്ക്, എന്ത് പറ്റി മോന് ചോദിക്കാൻ തയ്യാറാവും. ഈ നിഹാഷ് എന്ന് പറഞ്ഞ കുട്ടി ദിവസങ്ങളോളം മാസങ്ങളോളം പീഡനം ഏറ്റുവാങ്ങിയ കുട്ടിയാണ്. എന്തുകൊണ്ടാണ് ആ കുട്ടിയുടെ സ്കൂളിൽ അറിഞ്ഞില്ല, എന്തുകൊണ്ട് പരിസരവാസികൾ അറിഞ്ഞില്ല, ഈ കുട്ടിയെ നിരന്തരം കാണുന്ന നാട്ടുകാരെന്തുകൊണ്ട് അറിഞ്ഞില്ല? വാളയാറിലെ കുട്ടികളുടെ അവസ്ഥ മറ്റൊന്നല്ല. അപ്പൊ നമുക്കും കൂടെ കണ്ണു തുറക്കാം. നമ്മുടെ നിയമവ്യവസ്ഥ ചെയ്യാൻ ഗവൺമെന്റിനെ മാത്രം പഴിയാനായിട്ട് കാര്യമില്ല, നമുക്കൂടെ കണ്ണു തുറക്കാം. നമ്മൾ നമ്മുടെ മാത്രമായിട്ടുള്ള ലോകത്തേക്ക് ഒതുങ്ങി പോവാതെ നമ്മുടെ സമൂഹത്തിലുള്ള മറ്റു കുട്ടികളുടെ അല്ലെ കുരുന്നുകളുടെ നേരെ ഒന്ന് കണ്ണു തുറക്കാം. അവരുടെ മുഖത്തൊരു സങ്കടം നേടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയോ അല്ലെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാനുള്ള ഒരു ആർജവം നമുക്ക് കാണിക്കാം.
നല്ലൊരു ഭാവി തലമുറയെ വാർത്തെടുക്കാൻ നമുക്കും പങ്കാളികളാവാം. അതല്ലേ ചെയ്യേണ്ടത്.